പേര് അഹമ്മദ്. ഞാൻ അറങ്കലിന്നാണ് തന്നെ. ഞാൻ +2 കഴിഞ്ഞിട്ട് പിന്നെ മൊബൈൽ ഫോണിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ അത് പഠിക്കാനുള്ള താല്പര്യത്തോടുകൂടെ പിന്നെ ബ്രിഡ്കോയിൽ ജോയിൻ ചെയ്തു. ബ്രിഡ്കോ ഒന്ന് ജോയിൻ ചെയ്തതിനു ശേഷം ഇവിടെയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സാർമാരെല്ലാവരും പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ച സമയത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ ബ്രിഡ്കോ തന്നെയായിരുന്നു മുന്നിൽ വരുന്ന സ്ഥാപനം. ഞാനത് ചൂസ് ചെയ്തു. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബ്രിഡ്കോ നല്ലൊരു ഓപ്ഷനാണെന്ന്. ആ രീതിയിൽ ഞാനത് ചൂസ് ചെയ്തു. ബ്രിഡ്കോയിൽ 6 മന്ത് ട്രെയിനിങ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു 5 മന്ത് കൊണ്ട് കംപ്ലീറ്റ് ആയി. പിന്നെ അതിന് ശേഷം ഞാൻ നോർത്ത് ട്രെയിനിങ്ങിനായിട്ട് ഛത്തീസ്ഗഡിലോട്ടാണ് പോയത്. അവിടെയുള്ള ഓണർ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് പക്കാക്കി തന്നു. പിന്നെ അവിടെ സ്വന്തമായിട്ട് പുള്ളിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതുകൊണ്ട് അവിടെ ഫാക്കൽറ്റി ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു. പിന്നെ കുറച്ചും കൂടി അപ്ഡേറ്റ് ആണെന്ന് തോന്നിയപ്പോൾ നാട്ടിലോട്ട് വന്നു. ഇപ്പോൾ ഐഫോണിൽ ചെറുതായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആണ് ഇപ്പോൾ ട്രെയിനിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 2023 ബ്രിഡ്കോ പഠിച്ചിറങ്ങിയത്. അന്നത്തെ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഇത് ഒന്നുകൂടി ബെറ്ററാണ്. ഫുള്ളി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടും ഇപ്പോൾ സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് ബ്രിഡ്കോ ഒരു ബെറ്റർ ചോയ്സാണ്. +2 കഴിഞ്ഞ് ITI പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അതിനെക്കാട്ടി ബെറ്ററായിട്ട് ബ്രിഡ്കോ തോന്നിയപ്പോൾ ബ്രിഡ്കോക്ക് ചെയ്തെന്ന്. ബ്രിഡ്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സാറുമാരാണെങ്കിലും സ്റ്റാഫാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആണ്. നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്ന ടൈമാണെങ്കിലും എന്താവശ്യത്തിനും നമുക്കിന്ന് ഡൗട്ട് ഉണ്ടെങ്കിലും ഓല വിളിച്ചാൽ അത് ക്ലിയർ ആക്കി തരും. ഏത് ടൈമിലാണെങ്കിലും 6 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ OGT ആയിട്ട് ഡൽഹി പോയി. ഡൽഹിയിൽ ഫസ്റ്റ് എനിക്ക് OGT കിട്ടുന്നത് പഞ്ചാബായിരുന്നു. പഞ്ചാബിൽ നിന്ന് 3 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ നേരെ പോസ്റ്റിംഗ് വരുന്നത് ഹിമാചലിലേന്. അവിടെ 1 കൊല്ലം ഷോപ്പിൽ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോന്നു. ബ്രിഡ്കോ ചേർന്നപ്പോൾ ഒരിതുണ്ടായിരുന്നു, നമുക്ക് ഈ കോഴ്സ് ചെയ്യാൻ കഴിയുമോ, ജോലി കിട്ടുമോ എന്നൊരു പേടിയുണ്ടായിന്. പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തു നിന്നിപ്പം ഉറപ്പാണ് എങ്ങനെയായാലും ജോലി കിട്ടും. ആർക്കാണെങ്കിലും പഠിച്ചെടുക്കാനും സുഖമാണ്. അസ്സലാമലൈക്കും. എൻ്റെ പേര് സാബിത്ത്. എൻ്റെ വീട് മേലങ്ങാടിയാണ്. +2 ഫെയിലാണ്. ഫെയിലായ തുടർന്ന് ഏത് ജോബ് എടുക്കുക, ഏത് കോഴ്സ് എടുക്കുക എന്നിങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ആനി പറഞ്ഞത് ഇങ്ങനെ ബ്രിഡ്കോ കൊണ്ടോട്ടി അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പിന്നെ ജോബ് 100% അസിസ്റ്റൻസ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ബ്രിഡ്കോ വന്ന് നോക്കിയതാണ്. ബ്രിഡ്കോക്ക് തന്നെ ഞാൻ കേരള ട്രെയിനിങ് എടുത്തു. ബ്രിഡ്കോയുടെ സിലബസ് എല്ലാം അപ്ഗ്രേഡ് ആയ സിലബസാണ്. 4G 5G എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സിലബസാണ് ബ്രിഡ്കോയിൽ വരുന്നത്. അത് കാരണം നമുക്ക് വേറെ പുറത്ത് പോയി എവിടെയും പോയി വർക്ക് ചെയ്യാം. ബ്രിഡ്കോയുടെ ലാബ് ക്ലാസ് മുഴുവൻ ബോർഡ് വർക്ക് കാര്യങ്ങളാണ്, ട്രേസിങ് എല്ലാ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ പേടിയില്ലാതെ വർക്ക് ചെയ്യാൻ കഴിയും. ഞാൻ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം തൊടുപുഴയിലാണ് 2 വർഷം വർക്ക് ചെയ്തത്. അതിന് ശേഷം ഞാൻ ഖത്തറിൽ 1 വർഷം വർക്ക് ചെയ്തു. അവിടെ വിസ ക്യാൻസലാക്കി ഇങ്ങോട്ട് വന്നപ്പോഴാണ് സുധീർ സാർ പറഞ്ഞത് ഇവിടെ പഠിച്ചൊരു ആളുടെ ബഹ്റൈനിൽ ഒരു ഷോപ്പുണ്ട്, അവിടെയൊക്കെ ഒരു ചാൻസ് വന്നാണ് പോകുന്നോന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. 2006 പോളി കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്ന് പത്രത്തിൽ ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ പോളി എക്സാം പാസ്സായി റിസൾട്ട് വരുന്നതിന് മുന്നേ ഒരു സമയത്താണ്. അങ്ങനെ പോളി കഴിഞ്ഞ് അങ്ങനെ ബ്രിഡ്കോയിൽ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ അവിടെ കോഴ്സിന് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഡൽഹി ബ്രിഡ്കോയിലെ സ്റ്റാഫായിട്ട് തന്നെ ജോയിൻ ചെയ്ത് അവിടെ വർക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് ബ്രിഡ്കോയിൽ കുറച്ച് 6 മാസം വർക്ക് ചെയ്ത് അവിടുന്ന് പിന്നെ ബ്രിഡ്കോ ദുബായ് സെൻറ്ററിലേക്ക് തന്നെ അങ്ങനെ അവിടെ ഒരു 4 വർഷത്തോളം അവിടെ വർക്ക് ചെയ്ത്. അതിന് ശേഷം നമുക്ക് അവിടുന്ന് രൂപപ്പെട്ട ഒരു സർക്കിളുണ്ട്. ടീമായിട്ട് നമ്മൾ ടച്ച് ആൻഡ് ടോക്ക് എന്നുള്ള ഒരു ബ്രാൻഡിൽ ഒരു സർവീസ് സെൻറ്റർ ദുബായിൽ സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ ബ്രിഡ്കോയിൽ വന്ന് ചേർന്നുകൊണ്ടുണ്ടായ ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ നമ്മളൊരു എംപ്ലോയി ആയി നിൽക്കുന്നതിലുപരി നമുക്ക് എന്തെങ്കിലും ഒരു എൻ്റർപ്രണർ ആയി മാറുക എന്നുള്ളൊരു ട്രെയിനിങ്ങാണ് നമുക്ക് ബ്രിഡ്കോയിൽ നിന്ന് കൂടുതലായിട്ട് തരുന്നത്. +2 കഴിഞ്ഞ് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൈത്തൊഴിൽ വേണമെന്നുള്ളതിലാണ് ബ്രിഡ്കോയിൽ ജോയിൻ ചെയ്തത്. നാട്ടിലാകുമ്പോൾ ഒരു 6 മാസം ട്രെയിനിങ് തിയറി പ്രാക്ടിക്കലായിട്ടുണ്ടാവും. ഡൽഹി പഞ്ചാബ് ആയിരുന്നു OJT കാര്യങ്ങൾ. അത് കഴിഞ്ഞ് 2-3 സ്ഥലത്ത് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, ബീഹാർ, ഹരിയാന. പിന്നെ നാട്ടിൽ തന്നെ കുറച്ച് കാലം പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു തിരൂർ. നാട്ടിലെ എക്സ്പീരിയൻസിന് വേണ്ടി മംഗലാപുരം വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബ്രിഡ്കോ ത്രൂ തന്നെ നമുക്ക് ബഹ്റൈനിൽ ജോലി കിട്ടിയത്. 2-3 വർഷം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം പാർട്ട്ണർഷിപ്പ് വഴി ഷോപ്പിൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നു. നിലവിൽ ബ്രിഡ്കോക്ക് വരാൻ കാരണം ഇവിടുത്തെ സാറ് പറഞ്ഞു ടെക്നീഷ്യൻ വേക്കൻസി ഉണ്ട്, ഇവിടെ ഇൻ്റർവ്യൂ ഉണ്ട് പറഞ്ഞു. അങ്ങനെ ടെക്നീഷ്യൻ എടുക്കാൻ വന്നായിരുന്നു. അപ്പോൾ പഴയ പോലെ എല്ലാം കുറേ ഡെവലപ്പായിട്ടുണ്ട്. എല്ലാ മെഷീനറിയും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ സെറ്റാണ്. സർവീസ് സെൻ്ററൊക്കെ ഉഷാറാണ്. എനിക്കിവിടെ വരുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത് ജോലി എന്നതിലുപരി സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാൻ പറ്റിയൊരു മേഖലയാണ് സ്മാർട്ട് ഫോൺ ടെക്നോളജി. അതിന് ബെസ്റ്റ് ഓപ്ഷനാണ് ബ്രിഡ്കോ.